യൂട്യൂബിലും ആരോഗ്യ മാസികകളിലും നാം ധാരാളമായി കേൾക്കുന്ന ഒരു വാർത്തയാണ് ഫുഡ് സപ്ലിമെന്റ്സിനെ കുറിച്ചുള്ളത്. ഫുഡ് സപ്ലിമെന്റ്സിനെ കുറിച്ച് വിശദമായി നമുക്ക് പറഞ്ഞു തരാനായി എൻ്റെ ഫ്രണ്ട് കൂടിയായ ഡോക്ടർ ക്ലിയോ സോണി നമ്മുടെ കൂടെയുണ്ട്. ആയുർവേദ് എന്ന ആരോഗ്യ സ്ഥാപനത്തിലെ ഡോക്ടറാണ് ഡോക്ടർ ക്ലിയോ സോണി. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ജോഷിത. എനിക്കറിയാം താങ്കൾ ആയുർവേദ ഡോക്ടർ മാത്രമല്ല, ഒരു ന്യൂട്രീഷനിസ്റ്റും കൂടിയാണ് അല്ലേ? അതെ, ഞാൻ ആയുർവേദം BMS ഗ്രാജുവേറ്റഡ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്ലിനിക്കൽ ന്യൂട്രീഷനിൽ ഫെലോഷിപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ, ഇപ്പം ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് അല്ലെങ്കിൽ രോഗപ്രതിരോധ സംരക്ഷണത്തിനായിട്ട് കോവിഡിന് ശേഷം ധാരാളം ആളുകൾ കുർക്കുമിൻ എടുക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അതെന്താണ് ഈ കുർക്കുമിൻ? കുർക്കുമിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മഞ്ഞളിന്റെ എക്സ്ട്രാക്റ്റ് ആണ് കുർക്കുമിൻ എന്ന് പറയുന്നത്. അപ്പോൾ കുർക്കുമിൻ നമ്മൾ സപ്ലിമെന്റ് ആയിട്ട് കഴിക്കണം. കാരണം മലയാളികൾ ഏറ്റവും കൂടുതലായിട്ട് കറികളിൽ മഞ്ഞൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ആ മഞ്ഞൾ അതിൽ കിട്ടുകയില്ല നമുക്ക് കുർക്കുമിൻ. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കേണ്ട കാര്യമുണ്ടോ? ആവശ്യമുണ്ട്. കാരണം ഇത് എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്. നമ്മുടെ കറികളിലെല്ലാം നമ്മൾ ധാരാളം മഞ്ഞൾ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ കുർക്കുമിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് ഒരു കിലോ ബോഡി വെയിറ്റ് ഉള്ള ഒരാൾക്ക് 3 mg കുർക്കുമിനാണ് ഒരു കിലോയ്ക്ക് ആവശ്യം വരുന്നത്. ഒരു കിലോ ബോഡി വെയിറ്റിന് 3 mg. ഒരു 60 കിലോ ഉള്ള ഒരാൾക്കാണെങ്കിൽ 150 mg കുർക്കുമിൻ ബോഡി വെയിറ്റിൽ അനുസരിച്ച് ആവശ്യമാണ് ഒരു ദിവസത്തേക്ക്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ രീതിയിലുള്ള കറികളൊക്കെ വെച്ച് നോക്കുമ്പോൾ 60 mg ഓളം കുർക്കുമിനാണ് നമ്മുടെ കറികളിലൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഒരു സപ്ലിമെന്റ് എന്നുള്ള രീതിയിൽ ഇതിന്റെ കുർക്കുമിന്റെ എല്ലാ ഗുണങ്ങളും കിട്ടാനായിട്ട് നമുക്ക് കുർക്കുമിൻ സപ്ലിമെന്റ് ആയിട്ട് കഴിക്കേണ്ടത് ആവശ്യമാണ്. ഡോക്ടർ, ഞാൻ കേട്ടിട്ടുണ്ട് ക്യാൻസർ ട്രീറ്റ്മെന്റിനായിട്ട് ഈ കുർക്കുമിൻ കഴിക്കുന്ന ഒരുപാട് പേരുള്ളതായിട്ട് അറിയാം. ശരിക്കും ക്യാൻസർ ട്രീറ്റ്മെന്റിന് കുർക്കുമിനിൽ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ, അതോ ഇത് വെറും മിത്താണോ? ഒരുപാട് പേർക്ക് വരുന്നൊരു സംശയമാണിത്. കുർക്കുമിൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വളരെ നല്ലതാണ്. അതായത് ക്യാൻസർ വരുന്നേക്കാൾ മുമ്പാണെന്നെങ്കിൽ പ്രിവെൻറ്റീവ് മെഷർ എന്നുള്ള രീതിയിൽ കുർക്കുമിൻ കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് അണ്ടർഗോയിങ് ചെയ്യുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കീമോതെറാപ്പിയോ റേഡിയേഷനോ എന്ത് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും നമ്മുടെ കുർക്കുമിൻ്റെ ഒരു മെയിൻ പ്രോപ്പർട്ടിയാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്നുള്ളത്. അപ്പോൾ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് നമ്മുടെ സെല്ലിൻ്റെ ടിഷ്യൂ ഡാമേജ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇല്ലാണ്ടാക്കാനായിട്ട് കുർക്കുമിനെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഒരു സപ്പോർട്ടീവ് മെഷർ എന്നുള്ള രീതിയിൽ ഈ കീമോതെറാപ്പിയും റേഡിയേഷനൊക്കെ ചെയ്യുന്നവർക്ക് സപ്പോർട്ടീവായിട്ട് ഈ കുർക്കുമിൻ ദിവസവും കഴിക്കുന്നത് അവർക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഇല്ലാണ്ടിരിക്കാനായിട്ട് സഹായിക്കും. അതായത് കുർക്കുമിൻ മാത്രം ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാതെ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതെ, അതുകൊണ്ട് മാത്രമായിട്ട് കുർക്കുമിൻ മാത്രം കഴിച്ചതുകൊണ്ട് ക്യാൻസർ ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതൊരു പ്രിവെന്റീവ് മെഷർ എന്നുള്ള രീതിയിൽ ക്യാൻസർ വരുന്നേക്കാൾ മുമ്പ് സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ക്യാൻസർ വന്ന ആളാണെന്നുണ്ടെങ്കിൽ മറ്റ് ട്രീറ്റ്മെന്റിന്റെ കൂടെ മാത്രം ഇത് കഴിക്കുക. അപ്പൊ അതൊരു സപ്പോർട്ടീവ് മെഷർ എന്ന രീതിയിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ്, സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവുന്നതിൽ നിന്ന് നമുക്ക് അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഡോക്ടർ, അമിത വണ്ണം മൂലം കഷ്ടപ്പെടുന്നവർക്ക്, അതായത് ഇപ്പോൾ ബോഡി ഷെയ്മിംഗ് ഒക്കെ ഒരുപാട് നടക്കുന്ന കാലമാണല്ലോ. അപ്പം ഹെൽത്തി വേയിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ വിവാഹത്തിനും പ്രസവത്തിനൊക്കെ മുമ്പ് വണ്ണം കുറഞ്ഞിട്ട് പ്രസവശേഷം വണ്ണം വെച്ചവർക്ക്, പ്രത്യേകിച്ചും സ്ത്രീകളിൽ PCOD മൂലമൊക്കെ വണ്ണം വെച്ചിരിക്കുന്നവർക്കൊക്കെ ഈ കുർക്കുമിൻ കഴിക്കുന്നത് മൂലം വണ്ണം കുറയും എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ടല്ലോ. അത് ആക്ച്വലി സത്യമായിട്ടും ഉള്ളതാണോ, അത് വെറുതെ പറയുന്നതാണോ? കുർക്കുമിന് വണ്ണം കുറയ്ക്കാനുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലും പലർക്കും പല രീതിയിലാണ് വണ്ണം വയ്ക്കുന്നത്. ഇൻഫ്ലമേഷൻ ആയിട്ടാണ്, ഇൻഫ്ലമേറ്ററി രീതിയിൽ വണ്ണം വെച്ച ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കുർക്കുമിന് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയും. കാരണം ഇപ്പോൾ പലർക്കും ഇപ്പോൾ ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഇപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ വിദ്യാബാലൻ, മാധവനൊക്കെ സെലിബ്രിറ്റീസ് പറയുന്നുണ്ട് ഇൻഫ്ലമേഷൻ ആയിരുന്നു, അതിന്റെ മെഷേഴ്സ് കഴിച്ചതുകൊണ്ടാണ് അവർക്ക് വണ്ണം കുറഞ്ഞതെന്നുള്ളത്. അതായത് ഈ നീർക്കെട്ട്. അപ്പൊ നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് ഇത് സാധിക്കും. പിന്നെ അതിന്റെ കൂടെ തന്നെ നിർബന്ധമായിട്ടും എക്സസൈസ്, ഫുഡ് ഡയറ്റ് അതൊക്കെ കൺട്രോൾ ആയിരിക്കണം. എക്സസൈസ് ഒക്കെ ദിവസവും ചെയ്യണം. അല്ലാണ്ട് കുർക്കുമിൻ മാത്രം കഴിച്ചതുകൊണ്ട് വണ്ണം കുറയില്ല. പക്ഷെ ഇൻഫ്ലമേഷൻ, സെല്ലിൽ ഉണ്ടാവുന്ന നീർക്കെട്ടുകളൊക്കെ കുറയ്ക്കാനായിട്ട് കുർക്കുമിനെ കൊണ്ട് സാധിക്കും. അതെ, അപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന്റെ കൂടെ ഈ കുർക്കുമിൻ സപ്ലിമെന്റ് കഴിക്കുവാണെങ്കിൽ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു അമിതവണ്ണം കുറയ്ക്കുന്നതിന് നമ്മളെ സഹായിക്കും. അപ്പൊ ഡോക്ടർ, ഈ അമിതവണ്ണം എന്ന് പറയുമ്പോൾ PCOD അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞല്ലോ. അല്ലാതെ ഇപ്പം നാച്ചുറലായിട്ട് ഫുഡൊക്കെ കഴിച്ച് വണ്ണം വെച്ചിട്ടുള്ളവർക്കും, അല്ലെങ്കിൽ ഇപ്പോൾ രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടും നമ്മളിത് ഉപയോഗിക്കുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന് പ്രിസ്ക്രിപ്ഷൻ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ഇതൊരു ഫുഡ് സപ്ലിമെന്റ് ആണ്. അതായത് മഞ്ഞളിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനമാണ്, അത് മരുന്നല്ല. അപ്പോൾ ഒരു ഫുഡ് സപ്ലിമെന്റ് ആയതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു ഡോക്ടറിന്റെയും പ്രിസ്ക്രിപ്ഷൻ ആവശ്യമില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മിക്കവാറും എല്ലാ ഇങ്ങനത്തെ ഫുഡ് സപ്ലിമെന്റ്സ് ആയാലും
ഒരു 3 മാസം വരെയാണ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ നമ്മൾ പറയുള്ളൂ. അത് കഴിഞ്ഞ് ഒരു ബ്രേക്ക് ഇടണം. അതിപ്പോൾ അതൊക്കെ ഏറ്റവും നല്ലത്. അതിന്റെ യൂസ് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് നല്ലത് അങ്ങനെയായിരിക്കും. ഇതിന് പ്രിസ്ക്രിപ്ഷന്റെ ആവശ്യമില്ല. അതായത് 3 മാസത്തേക്ക് കഴിച്ചിട്ട് ഒരു ബ്രേക്ക് വേണം. അപ്പം എങ്ങനെയാണ് ഇതിന്റെ കഴിക്കേണ്ട രീതി? അത് ഒരു ക്യാപ്സ്യൂൾ വെച്ച് 2 നേരം കഴിക്കാം. കാലത്ത് ഭക്ഷണത്തിന് ശേഷം വൈകുന്നേരം ഭക്ഷണത്തിന് ശേഷം ഓരോന്ന് വെച്ച് കഴിക്കാം. അപ്പോൾ ഡോക്ടർ, ഇപ്പം നമുക്ക് പ്രിസ്ക്രിപ്ഷൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഓൺലൈനിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നമുക്ക് ഈ കുർക്കുമിൻ നമ്മുടെ കൈകളിലേക്ക് എത്താം? നമുക്ക് മിക്ക സ്ഥലങ്ങളിലും ഇത് ഈ ഫാർമസികളെല്ലാം ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓൺലൈനായിട്ടും നമുക്കിത് അവൈലബിൾ ആണ്. ഇപ്പം ഒരുപാട് ഇങ്ങനെ വ്യാജ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ സാധാരണ ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു നല്ല കമ്പനി ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ എൻ്റെ പേഷ്യൻസിന് കൊടുക്കുന്നത് ആഗ്ന എന്ന കമ്പനിയുടെ മെഡിസിൻസ് ആണ്. ഞാനത് അവരുടെ പ്രൊഡക്ഷനൊക്കെ നേരിട്ട് പോയി കണ്ടതിന് ശേഷമാണ് ഞാനത് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ കുർക്കുമിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൈസോം അവരെടുത്ത് അത് കഷായം പോലെ വെച്ച് അത് ഡിക്കോക്ഷൻ ഉണ്ടാക്കിയിട്ട് അത് അവർ തിളപ്പിച്ച് ബോയിൽ ചെയ്ത് ക്രിസ്റ്റലൈൻ ചെയ്ത് ആ പൊടിയാണ് അവർ ക്യാപ്സൂളാക്കി തരുന്നത്. അതിൽ വേറെ പ്രിസർവേറ്റീവ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഫുഡ് സപ്ലിമെന്റ്സ് കഴിക്കുമ്പോൾ അത് എപ്പോഴും ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള കമ്പനിയുടെ മെഡിസിൻസ് മാത്രം കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ ആഗ്നയുടെ കമ്പനി നമുക്ക് എങ്ങനെ അവൈലബിൾ ആക്കാൻ പറ്റും? അത് നമുക്ക് ഓൺലൈനായിട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഓൺലൈനായിട്ട് മേടിക്കാം. അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ടാണ് അവരുടെ കമ്പനിയിൽ നിന്ന് മേടിക്കുന്നത്. അത് കൊരട്ടിയിലുള്ള ഒരു കമ്പനിയാണ്, തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടിയിലുള്ള ഒരു കമ്പനിയാണ്. പിന്നെ അവരുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യാം. മറ്റുള്ള ജില്ലക്കാർക്കാണെങ്കിലും ഈ ഫോൺ നമ്പർ വിളിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡോക്ടർ, ഇത് സ്ഥിരമായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞല്ലോ, 3 മാസത്തിനൊക്കെ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഷുഗർ പേഷ്യൻസിനൊക്കെ ഇത് കഴിക്കാമോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗാവസ്ഥയുള്ളവർക്ക് കുർക്കുമിൻ കഴിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, കുർക്കുമിൻ ഒരു ഫുഡ് സപ്ലിമെന്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് യാതൊരു സൈഡ് എഫക്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് നമുക്ക് ഷുഗർ പേഷ്യൻസിനായാലും പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും മെയിനായിട്ട്, അതായത് പ്രഷർ, ഷുഗർ, പിന്നെ ലിവറിന്റെ അസുഖങ്ങളുള്ളവർക്ക്. കാരണം ലിവർ, ഫാറ്റി ലിവർ എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു ഇൻഫ്ലമേഷൻ തന്നെയാണ്. അപ്പം ലിവറിന് ഉണ്ടാവുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ്. അപ്പം അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു പ്രിവെന്റീവ് മെഷർ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ടും, അതായത് മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു കൺട്രോൾ എന്നുള്ള രീതിയിൽ സപ്പോർട്ടീവ് മെഷർ എന്ന രീതിയിൽ ഇത് കഴിക്കാൻ പറ്റും. ഓക്കെ ഡോക്ടർ, ഇപ്പം നമ്മൾ നെല്ലിക്ക അല്ലെങ്കിൽ ഇരുമ്പുളി ജ്യൂസ് ഒക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് കിഡ്നി ഫെയിലിയർ ആയിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ കുർക്കുമിൻ ഇപ്പോൾ 3 മാസത്തേക്ക് ആണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ, 3 months ഒക്കെ കഴിക്കുമ്പോൾ? 3 months കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പം ഉണ്ടാവില്ല. നമുക്കതിന് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല. കുർക്കുമിൻ കഴിക്കുന്നതുകൊണ്ട് അത് ബോഡിയിലേക്ക് അബ്സോർബായി അതിൻ്റെ ഒരു യൂസ്, അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ പുറത്തേക്ക് വരാൻ തന്നെ ഒരു 3 months എടുക്കും. അങ്ങനെ കുറച്ച് നേരിയ എമൗണ്ടിലാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ ബെനിഫിറ്റ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഒരു 3 months കഴിക്കുമ്പോഴാണ് അത് കാണുള്ളൂ. ഒരു 1 month ഒക്കെ കഴിയുമ്പോഴാണ് നമുക്ക് കണ്ടു തുടങ്ങുക. ഇപ്പോൾ 3 months കഴിക്കുമ്പോൾ അതൊന്ന് മാറിക്കിട്ടും. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഒന്ന് മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 3 months എന്തായാലും കഴിക്കണം. അതുകൊണ്ട് യാതൊരു സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല. പിന്നെ നമ്മളിപ്പോൾ വൈറ്റമിൻ ഡി ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിച്ചിട്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നില്ല. അതിൻ്റെ കൂടെ കുറച്ച് സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോഴാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ കുർക്കുമിൻ ഒറ്റയ്ക്ക് നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും അബ്സോർപ്ഷൻ പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. കുർക്കുമിനും അങ്ങനെ തന്നെയാണ്. അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മൾ അതിനോട് പൈപ്പറിനും കൂടി കഴിക്കണം. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കുരുമുളകിൽ നിന്ന് എടുക്കുന്ന ഒരു എക്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ അത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. കൂടാതെ ഇത് മെമ്മറി ബൂസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യും. അതായത് പൈപ്പറിൻ ബ്രെയിൻ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഈ അൾഷിമേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രിവെന്റീവ് മെഷർ എന്ന രീതിയിൽ പൈപ്പറിനും ഗുണം ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ മെഡിസിൻ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക പൈപ്പറിനും കൂടെയുള്ളത്, അതായത് കുർക്കുമിനും പൈപ്പറിനും അടങ്ങിയ ഫുഡ് സപ്ലിമെന്റ് വാങ്ങിച്ച് കഴിക്കുക. അപ്പോൾ ഇത് 2 സപ്ലിമെന്റിന് പകരം നമുക്ക് ഒരു സപ്ലിമെന്റ് ആയിട്ട് നമുക്ക് കിട്ടുമോ? അത് അവൈലബിൾ ആണ്, മാർക്കറ്റിൽ അത് അവൈലബിൾ ആണ്. അതായത് കുർക്കുമിനും പൈപ്പറിനും കൂടിയിട്ടുള്ള സപ്ലിമെന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും അത് അങ്ങനെ ശ്രദ്ധിച്ച് മേടിക്കുക. അല്ലെങ്കിൽ പിന്നെ 2 ആയിട്ട് മേടിച്ച് കഴിക്കാൻ നിൽക്കണമല്ലോ. അതിന് നല്ലത് എപ്പോഴും ഒരു സപ്ലിമെന്റിൽ തന്നെ 2ഉം അടങ്ങിയതാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പൈപ്പറിന്റെ അബ്സോർപ്ഷനും നടക്കും. പിന്നെ പൈപ്പറിനെ കൊണ്ട് അത് കുർക്കുമിന്റെ അബ്സോർപ്ഷൻ നടക്കും. പിന്നെ കുർക്കുമിന്റെയും പൈപ്പറിന്റെയും ഗുണങ്ങളെല്ലാം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഓക്കെ ഡോക്ടർ.